പാഠം 561 ഉർവശി ശാപം. ഹലോ, മോനേഷ് സാർ ഇവിടല്ലേ? അതെ സാറേ, ഞാൻ അരവിന്ദനാ. ഏത് അരവിന്ദൻ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ അരവിന്ദൻ. ആഹാ, എന്താ അരവിന്ദ? സാറ് പുതിയ സൈക്കിൾ വാങ്ങി അറിഞ്ഞു. എങ്ങനെയുണ്ട് സാറേ പുതിയ സൈക്കിള്? എന്തായാലും സാറിനെ സമ്മതിക്കണം. ഇക്കാലത്തൊരു സൈക്കിളൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഞാൻ എനിക്ക് തോന്നും പോലെ ചെയ്യും, മനസ്സിലായോ? ചാവനോട് ചാള കളിയാക്കുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് ആരോഗ്യത്തെ വിലയിരുത്തിരിക്കുക. അപ്പോ ശരിയാക്കും ഞാൻ. എന്റെ 780 രൂപ. ഇതിന് ഒരു 750 രൂപ തരും. അത്രേ പറ്റൂ. ഞങ്ങളുടെ തോട്ടത്തിൽ ഇതിന് അതിൽ കൂടുതൽ വിലയില്ല. മതി സാറേ, തന്നേക്ക്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി തിരിച്ചു കൊണ്ടുപോകുന്നാരും നടക്കൂല. 750 സാർ തന്നേക്ക്. എന്താണ് രാവിലെ തന്നെ സൈക്കിളുമായിട്ടൊരു സ്നേഹപ്രകടനം? എന്തായാലും എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. കാറ് സ്കൂട്ടറും ഒക്കെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. അതുകൊണ്ടാണ് മോഹനേട്ടൻ അതൊന്നും വാങ്ങാത്തതെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ കരുതിയത് പിശുകൊണ്ടാണെന്നാ. ഇപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത്. അതൊന്നുമല്ല കാര്യം. മോഹനേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാണെന്ന്. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നവരെയാണ് നമ്മൾ മഹാന്മാർ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട് മോനേട്ടാ. അങ്ങനെയാണെങ്കിൽ എന്റെ മോഹനേട്ടൻ ഒരു മഹാനല്ലേ? കളിയാക്കാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഭാമേ, ഈ സൈക്കിൾ വാങ്ങിയതിന് ഇപ്പൊ എന്നെ കളിയാക്കിയ ഇതേ നാവ് കൊണ്ട് നാളെ നീ എന്നെ ഭയങ്കരമായിട്ട് പുകഴ്ത്താൻ പോവുകയാണ്. കാരണം സൈക്കിളാണ് നാളത്തെ വാഹനമെന്ന് ബുദ്ധിയുള്ള എനിക്കും എന്നെ പോലുള്ളവർക്കും അറിയാം. നിന്നെ പോലുള്ള വിവരമില്ലാത്ത വികസനവാദികൾ കാറും സ്കൂട്ടറും ലോറിയും ബസ്സും ഒക്കെ വാങ്ങണമെന്ന് പറയും. പക്ഷേ മോഹനകൃഷ്ണനെ അതിന് കിട്ടില്ല. എന്തൊക്കെയായാലും അബദ്ധം പറ്റിയെന്ന് സമ്മതിക്കല്ലേ? ആപ്പിളും ഓറഞ്ചൊക്കെ വാങ്ങാതിരിക്കാൻ കടയിൽ ചെന്ന് വില കുറച്ച് പറഞ്ഞതുപോലെ ഇവിടെയും ഒന്ന് വില കുറച്ച് പറഞ്ഞു നോക്കിയതാണ് വില്ലേജ് ഓഫീസർ. പക്ഷെ എന്തു പറ്റി? സൈക്കിൾ വിലയിലായി പോയി. ഇതല്ലേ സത്യം? പക്ഷേ അത് സമ്മതിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഗ്ലാമർ പോവുമല്ലോ. അപ്പൊ പിന്നെ സൈക്കിളാണ് നാളത്തെ വാഹനം. 10 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്നത് സൈക്കിളിലായിരിക്കും. എന്തൊക്കെയാണ് ചുമ്മാ പറയാ. എന്തായാലും പോവാനുള്ള 750 രൂപ പോയി. ഇനി ഈ സാധനം വീടിന് മുൻവശത്ത് വെച്ച് ഉള്ള മാനം കൂടെ കളഞ്ഞു കൂട്ടണ്ട. ഇതെടുത്ത് പുറകുവശത്ത് വെച്ചല്ലേ ഉള്ള മാനമെങ്കിലും ബാക്കി ഉണ്ടാവും. ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞപ്പോ നീ എന്തിനാ കളിയാക്കിയത്? ഭാവിയെ പറ്റി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അത്ര കൃത്യമായി പറഞ്ഞത്. ഇതിനിടയ്ക്ക് മോഹനേട്ടൻ ജ്യോത്സ്യം പിടിച്ചോ? കെമിസ്ട്രിയും ജ്യോത്സ്യം, ആഹാ നല്ല കോമ്പിനേഷൻ. മോഹനേട്ടോ, ഇത് വർഷം 2015 അല്ലേ? ആളുകൾ സ്കൂട്ടറും കാറും പോലെ ഉപയോഗിച്ച് ഹെലികോപ്റ്ററും പ്ലെയിനും ഉപയോഗിക്കുന്ന കാലമായത്.
ഇക്കാലത്ത് ഒരു സൈക്കിള് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വീമ്പ് പറയാൻ എന്റെ മോഹനേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഭാമേ, വാഹനങ്ങൾ പെരുകുന്നത് മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം കൂടിക്കൂടി ആഗോളതാപനം വർദ്ധിക്കുന്നതോടെ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അപ്പോ സ്വാഭാവികമായും വാഹനങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരില്ലേ? അതുപോലെ വാഹനങ്ങൾ പെരുകുമ്പോൾ റോഡുകളിൽ സ്ഥലമില്ലാതെ വരും. കൂടുതൽ കൂടുതൽ വീതിയുള്ള റോഡുകൾ ഉണ്ടാക്കിയേ പറ്റൂ എന്നൊരു അവസ്ഥ ഉണ്ടായി വരും. അങ്ങനെ മനുഷ്യർ താമസിക്കുന്ന ഭൂമിയും കൃഷിഭൂമിയൊക്കെ വെട്ടി നിരത്തി റോഡാക്കിയാൽ മനുഷ്യർ പിന്നെ എവിടെ പോയി താമസിക്കും? എന്ത് കഴിക്കും? ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയ ജൈവ പദാർത്ഥങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് ഇപ്പോൾ എണ്ണയായിട്ട് കുഴിച്ചെടുക്കുന്നത്. അങ്ങനെ ഭൂമിക്കടിയിലുള്ള എണ്ണ നിക്ഷേപത്തിന്റെ പകുതിയും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അത് തീരാൻ ഇനി ഒരുപാട് കാലമെടുക്കില്ല എന്നർത്ഥം. അങ്ങനെ എണ്ണ പൂർണ്ണമായും തീർന്നു കഴിയുമ്പോ ഈ പറയുന്ന കാറിലും സ്കൂട്ടറിലും ഒക്കെ എന്തൊഴിച്ചോടിക്കും? വച്ചോളൂ. മോഹനേട്ടാ, ഒരു സാധ്യത അടയുമ്പോ മറ്റൊന്ന് കണ്ടുപിടിക്കുന്നതിനെ അല്ലേ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്? മനുഷ്യന് ആ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാലം മനുഷ്യവംശം നിലനിന്നത്. സൈക്കിള് വാങ്ങിയതിന് ഈ ന്യായമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊരു അബദ്ധമായിരുന്നുവെന്ന് എനിക്കും അറിയാം, മോഹനേട്ടനും അറിയാം. ചെല്, പോയി ഫോൺ എടുക്ക. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാം. ഹലോ, അതെ സത്യഭാമയാണ്. ആ വിദ്യ, എന്തുണ്ട് വിശേഷം? അയ്യോ, നീ ഇതെങ്ങനെ അറിഞ്ഞു? കേട്ടതൊക്കെ സത്യമാണ്. നമ്മുടെ നാട്ടിലെ ആളുകള് സ്കൂട്ടറും കാറും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്ലേ പോലും വാങ്ങില്ലേ? പക്ഷേ മോഹനേട്ടൻ അങ്ങനെ സാധാരണക്കാരനല്ലല്ലോ. അതുകൊണ്ട് ഒരു സൈക്കിൾ തന്നെ അങ്ങ് വാങ്ങി. അബദ്ധം പറ്റിയെന്നു ആര് പറഞ്ഞു? അതൊരു അബദ്ധമേ ആയിരുന്നില്ല. മോഹനേട്ടൻ ഒരുപാട് ആലോചിച്ച് അവസാനം പ്രായോഗികമായ ഒരു തീരുമാനം എടുത്തതാണ്. ഇനി മോഹനേട്ടൻ ആ സൈക്കിളിലാണ് വില്ലേജ് ഓഫീസിൽ പോകുന്നത്. അങ്ങനെ രാവിലെ സൈക്കിൾ ചവിട്ടി വില്ലേജ് ഓഫീസിൽ പോകുന്ന കേരളത്തിലെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ പേരും പടം വരും. അപ്പൊ നിനക്ക് മനസ്സിലാവും കെ മോഹനകൃഷ്ണൻ ആരാണെന്ന്. ഒന്നുമില്ല മോഹനേട്ടൻ, വളരെ പതുക്കെ ഒരു കാര്യം പറഞ്ഞതാ. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ, എനിക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അതെ മോഹനേട്ടാ, നമ്മൾ വിചാരിച്ച പോലല്ല. മോഹനേട്ടന് സൈക്കിൾ വാങ്ങിച്ച സംഭവത്തിന് നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കും? സൈക്കിൾ വാങ്ങിയത് ആരാ? എന്റെ മോഹനേട്ടൻ. എനിക്കൊരു അബദ്ധം പറ്റിയത് കരുതി ഇത്രയ്ക്ക് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഭർത്താവിന് ഒരു അബദ്ധം പറ്റിയ കാര്യം നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നത് അന്തസ്സില്ലാത്ത ഭാര്യയുടെ സ്വഭാവമാണ്. ഇതെന്ത് വർത്താനം മോഹനേട്ടാ? മോഹനേട്ടനാണേ സത്യം ഞാൻ വിദ്യയോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവള് വിവരം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ. ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ കാര്യം മാത്രം പറഞ്ഞ് ഫോണങ്ങ് വെച്ചാ പോരെ. എന്താണ് ഇത്രയധികം വിശദീകരിക്കേണ്ട കാര്യം? ഇങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഞാനും നാട്ടുകാരോട് പറയാൻ നിന്നാൽ നീ ഒരു പമ്പർ വെടിയാണെന്നുള്ള സത്യം ഈ ലോകം മുഴുവൻ അറിയല്ലോ. പിന്നെ ഈ നൂറ്റാണ്ടിൽ നിനക്ക് ഒരൊറ്റ കേസ് പോലും കിട്ടില്ല. ഹലോ, എനിക്ക് പറ്റിയ ഏത് അബദ്ധത്തിന്റെ കാര്യ മോഹനേട്ടൻ പറയുന്നേ? അങ്ങനെ ഒരബദ്ധം എനിക്ക് പറ്റിട്ടില്ല. അത് ഒരുപാട് ബുദ്ധിയുള്ളത് കൊണ്ടൊന്നുമല്ല, മോഹനേട്ടനെക്കാട്ടിലും സാമാന്യ ബോധം ഉള്ളത് കൊണ്ടാ. പറയുമ്പോ വലിയ വില്ലേജ് ഓഫീസറാ, കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി. പക്ഷെ എടുത്തുചാട്ടവും വാശിയും കാരണം മോഹനേട്ടൻ ഇനി ചാടാൻ അബദ്ധമൊന്നും ബാക്കി. ഉത്തമനെത്തിയല്ലോ. മോഹനയുടെ സൈക്കിൾ വാങ്ങിയ വാർത്ത കേട്ട് വന്നതാവും. പോയി സൈക്കിൾ യാത്രയുടെ മഹാത്മ്യത്തെ പറ്റി ഒരു ക്ലാസ് എടുത്താലോ? ഇത് ഒളിച്ചോട്ടാണേ. ഇതുപോലെ നിസ്സാര കാര്യത്തിന് ഒളിച്ചോടുന്ന ആളല്ലല്ലോ മോഹനേട്ടൻ. നമുക്ക് ഉത്തമനോട് കഥ വാ. വിളിക്കുന്നെന്ന് ഓ, ഞാൻ പറയാവേ. പക്ഷേ ഈ നുണ ഇനി എത്ര കാലം പറയേണ്ടി വരുമെന്നാ ഞാൻ ആലോചിക്കുന്നേ.
ആ നമസ്കാരം വക്കീലെ. മോഹനേട്ടൻ ഇവിടെ ഇല്ല. അത്യാവശ്യമായിട്ട് തഹസിൽദാരെ കാണാൻ പോയിരിക്കുക. സാർ എങ്ങും പോയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാനിപ്പൊ സാറിന്റെ ശബ്ദം അകത്ത് കേട്ടതാണല്ലോ. സൈക്കിൾ വാങ്ങിച്ചതിന്റെ നാണക്കേടിൽ ഒളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? പറ്റിയത് പറ്റി. അതിനിപ്പോ സാറ് ഒളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സാറിനൊന്ന് വിളിച്ചാണ് വക്കീലെ. മോഹനേട്ടോ, മോഹനേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഉത്തമന് മനസ്സിലായി. ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങ് പോരെ. ഉത്തമൻ അറിഞ്ഞു ഈ സൈക്കിളിന്റെ കഥ. ഞാനെന്നല്ല വക്കീലെ, ഈ നാട്ടിലുള്ള സകല പേരും അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ എത്തുന്നതിന്റെ ഇടയിൽ ഒരു 10 പേരെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചു, മോഹനയുടെ സാറ് സൈക്കിൾ വാങ്ങിച്ചെന്ന് കേട്ടല്ലോ ഉത്തമ, എന്തു പറ്റി? സാറിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഏയ് അങ്ങനെ പറയരുത്. മോഹനയുടെ സാറ് ഒന്നും കാണാതെ ഒന്നും ചെയ്യൂലല്ലോ. സാറ് ഈ സൈക്കിൾ വാങ്ങിയതിന് പിന്നിൽ എന്തോ വലിയ ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കാണൂലേ സാറേ? ഉത്തമനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് പോയപ്പോ വെറുതെ കയറിയെന്നുള്ളൂ സാറേ. അത് പച്ചക്കള്ളം. ഉത്തമൻ വന്നത് ഞാൻ സൈക്കിൾ വാങ്ങി എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ വഴിയിൽ കണ്ടവരോട് ഉത്തമൻ പറയാൻ സാധ്യതയുള്ള മറുപടി എന്താണെന്നും മോഹനേട്ടൻ അറിയാം. എന്തായാലും ഉത്തമ, ആപ്പിൾ ഓറഞ്ച് വാങ്ങാൻ നേരത്തും ജോലിക്ക് ആളെ വെക്കാൻ നേരത്തും കാണിച്ച ബുദ്ധി ഈ കേസിൽ നടക്കാതെ പോയതിന് സാറിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഒരു ചക്കയിട്ടപ്പോ മുയല് ചത്തതുപോലെ എല്ലാ ചക്കയിടുമ്പോഴും മുയല് ചാകുമെന്ന് സാറ് കരുതിപ്പോയി. അതൊരു തെറ്റാണോ? ആണോ? സാറേ, എന്നാലും വലിയ അബദ്ധമായി പോയി. ഒന്നും ആലോചിക്കാതെ എടുത്തിയാടി കൊണ്ട് പറ്റിയല്ലേ? അതിപ്പോ ഇങ്ങോട്ട് ചെറിയ ഞാൻ അറിഞ്ഞോ? ശരി, 750 രൂപയുടെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാശും കൊടുത്തിട്ട് കളഞ്ഞിട്ട് പോകുന്നതിന് പകരം സാർ എന്തിനാണ് ആ ക്ലാച്ച് സൈക്കിൾ പൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്? അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്ന? ഈ കാര്യത്തിൽ എനിക്ക് ഉത്തമന്റെ ഉപദേശം ആവശ്യമില്ല. ഓ, നടക്ക്. എന്താണ് സാറേ? നടക്ക്, വേറെ കാര്യം പറയാനുണ്ട്. നടക്ക് നടക്ക്. എന്താണ് സാറേ? നോക്ക്, ആ സൈക്കിൾ കണ്ടോ? ഒരു കുഴപ്പമില്ല, അടിപൊളി സൈക്കിൾ അല്ലേ? അതെ, പക്ഷെ എനിക്ക് ഈ സൈക്കിൾ ഇപ്പൊ ആവശ്യമില്ല. കാരണം ഞാൻ രാവിലെയും വൈകിട്ടും നടന്നാണല്ലോ ഓഫീസിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സൈക്കിള് അങ്ങ് വിറ്റാലോ? ആർക്ക്? ആളൊത്തുമകൻ വിളിക്കണം. ഭൂമി വിൽക്കാനും കാറ് വിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ആളാണല്ലോ ഉത്തമൻ. അവൻ ഈ സൈക്കിൾ വിൽക്കാൻ സഹായിച്ചാൽ എന്താ? എന്റെ സാറേ, ഭൂമിയും കാറും ഒക്കെ മനുഷ്യന് ഉപകാരമുള്ള കാര്യമാണ്. അതുപോലെയാണ് ചൊക്കടാച്ചി സൈക്കിള്. ഈ കാലഘട്ടത്തിൽ ആർക്ക് സൈക്കിൾ വേണം? അന്വേഷിക്കണം. ആര്? അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് ഈ സൈക്കിൾ വിൽക്കേണ്ട ഉത്തരവാദിത്വം ഉത്തമന്റേതാണ്. ഞാനാ? വെറുതെ വേണ്ട, അന്ന് കമ്മീഷൻ തരും. ഉദാഹരണത്തിന് ഈ സൈക്കിളിന് ശരിക്കും 2000 രൂപ വിലയുണ്ട്. ഞാനിത് വാങ്ങിയത് 750 രൂപയ്ക്കും. ഉത്തമൻ ഒന്ന് ശ്രമിച്ചാൽ ഇത് 1000 രൂപയ്ക്ക് വിൽക്കാം. എന്റെ 750 രൂപ കഴിച്ച് ബാക്കി 250 രൂപ ഉത്തമൻ എടുത്തോളൂ. എന്റെ സാറേ, ഈ സൈക്കിൾ വാങ്ങാൻ സാമാന്യ ബോധമുള്ള ആരെങ്കിലും വരുമോ? വേണമെങ്കിൽ നമുക്കിത് ആക്രിക്കടയിൽ കൊടുത്ത് ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കാം. 1 കിലോയ്ക്ക് 15 രൂപ വെച്ചത് 6 കിലോ വരും. ഒരു 90 രൂപ കിട്ടും. അതിൽ കൂടുതൽ 10 പൈസ ഈ സാധനത്തിന് കിട്ടൂല. 750 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ സാധനം 90 രൂപയ്ക്ക് കൊടുക്കാനോ? നടക്കില്ല. വേറെ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. പിറകുവശത്തെ വേലി പൊളിഞ്ഞിടക്കില്ലേ, ഈ സാധനത്തിന് അതുപോലെ ഇങ്ങ് എടുത്തിട്ട് ആ പൊളിഞ്ഞിടക്കുന്ന വേലിയുടെ ഗ്യാപ്പില് അവിടെ കൊണ്ടുവന്ന് ഇതങ്ങ് ഫിറ്റ് ചെയ്താ വേലി അടഞ്ഞിരിക്കും. സാറേ, ഇക്കാര്യത്തിൽ സാർ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഈ സൈക്കിള് വാങ്ങാൻ കേരളത്തില് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും വരില്ല. ഇനി ഇപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തി അതിൽ നിന്നുള്ള കമ്മീഷൻ എനിക്ക് വേണ്ടെന്താനി? പിന്നെ ഇതിന്റെ പേരിൽ സാർ എത്ര പണങ്ങിയാലും എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഒരു കൊടിച്ചാണ്ടി സൈക്കിൾ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് മനുഷ്യൻ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് വരുമല്ലോ. സാറ് ഈ ഡയലോഗ് ഇപ്പൊ പറയുമെന്ന് എനിക്ക് എപ്പോഴേ അറിയായിരുന്നു. പക്ഷേ വെറുതെ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ എന്തിനു സാറേ ഏറ്റെടുക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, 100 പ്രാവശ്യം ഇല്ല. വരണ്ട വരണ്ട, വെച്ചിട്ടുണ്ട്.
എന്തായി? എന്താ? ഉത്തമനെ വിളിച്ചോണ്ട് പോയത് എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. എങ്ങനെയെങ്കിലും ആ സൈക്കിൾ തലേന്ന് ഒഴിവാക്കണം. കാശൊട്ട് നഷ്ടപ്പെടാനും പാടില്ല. കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഭാമേ, ഒരു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു 2000 രൂപയുടെ സൈക്കിൾ 750 രൂപയ്ക്ക് വാങ്ങിയത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല എന്ന്. പക്ഷേ ശിശു, എങ്കിപ്പനത് വിൽക്കേണ്ട കാര്യം എന്താ മോഹനേട്ടാ? അതിരിക്കട്ടെ, ലാഭത്തിൽ കിട്ടിയ ഒരു സാധനം ആരെങ്കിലും വിൽക്കുവോ? എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് വിൽക്കാൻ നോക്കുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാതിരിക്കുക എന്നുള്ളതല്ലേ ബുദ്ധിയുള്ളവരൊക്കെ ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞോട് വാങ്ങിയാണല്ലോ. അയ്യോ, അപ്പൊ അതെങ്കിലും സമ്മതിച്ചല്ലോ. കുറച്ചു മുന്നേ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഭാമേ, നാളത്തെ വാഹനം സൈക്കിളാണ്. പെട്രോളും ഡീസലും ഒക്കെ തീർന്നു പോകുന്ന കാലത്ത് ഞാനും ഇതുപോലൊന്ന് വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഇതെന്ത് പറ്റി? ഞാനൊരു ബുദ്ധി പറയട്ടെ മോനേട്ടാ. ഒരു അടിപൊളി സൈക്കിൾ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? കാറ് വിൽക്കാനുള്ളവരും ഭൂമി വിൽക്കാനുള്ളവരും ഒക്കെ പത്രത്തിലല്ലേ പരസ്യം ചെയ്യുന്നത്. പത്രപരസ്യം ആകുമ്പോ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ശ്രദ്ധിക്കും. മോഹനേട്ടനെ പോലെ തലയ്ക്ക് സുഖമില്ലാത്ത ഏതെങ്കിലും ഒരു പരിസ്ഥിതി സ്നേഹി അതും വായിച്ച് സൈക്കിൾ വാങ്ങാൻ വന്നുകൂടായില്ലല്ലോ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ മോഹനേട്ടനെ പോലെ വേറെ 6 പേരുടെ ഉണ്ടല്ലോ. അവരാരെങ്കിലും വന്ന് സൈക്കിൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സൈക്കിളിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം. പിന്നെ ഷർട്ട് കൊണ്ട് ഞാൻ ഇപ്പൊ തേച്ചു തരില്ലേ? അങ്ങനെ തേച്ചു മിനിക്ക് ഷർട്ട് കൊണ്ടുവിട്ട് ആ സൈക്കിളിൽ കയറി വില്ലേജ് ഓഫീസിലേക്ക് പോകാനുള്ളതല്ലേ? നമസ്കാരം സർ. ആരാ? ഞാൻ അംബുജാക്ഷൻ. ഉത്തമം പറഞ്ഞിട്ട് വന്നതാ. എന്താ കാര്യം? ഇവിടെ ഒരു സൈക്കിൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് നോക്കാൻ വേണ്ടി വന്നതാ. നന്നായി. ആയിരിക്കുന്നതാണ് സൈക്കിൾ. വരൂ. ഇതൊരു 10-15 കൊല്ലം പഴക്കമുള്ള സൈക്കിളാണല്ലോ സാറേ. ഇത് സാറിന്റെ സ്വന്തമാ? എന്റെ സ്വന്തമായതുകൊണ്ടാണല്ലോ ഞാനത് വിൽക്കാൻ നോക്കുന്നത്. സൈക്കിൾ വേറൊരാളുടെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വിൽക്കും. അത് ശരിയാ. അപ്പൊ സാറ് പറ, ഇതിനെന്ത് വില വേണം? ഈ സൈക്കിളിന് ശരിക്കും 2000 രൂപ വില വരും. പക്ഷേ എനിക്ക് ഇത്ര ഒന്നും വേണ്ട. ഒരു 1500 രൂപ ഞാൻ തന്നേക്കാം. ഈ സൈക്കിള് മാത്രമേ ഉള്ളോ അതോ അതിനോട് വേറെ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ല. അതല്ല സാറേ, ഈ സൈക്കിളിന് പരമാവധി കിട്ടാവുന്നത് ഒരു 150 രൂപയാണ്. അതിൽ കൂടുതൽ 10 പൈസ ഞാൻ തരില്ല. 150 രൂപയോ? ഇന്നലെ 750 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇന്ന് 150 രൂപ പറഞ്ഞാ സാറ് എത്ര രൂപയ്ക്കാ വാങ്ങിയെന്ന് എനിക്കറിയണ്ട. ഞാൻ കണ്ട വിലയാ പറഞ്ഞത്. എന്തായാലും ഇതൊരു സൈക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിലെ ഇരുമ്പെല്ലാം എടുത്ത് വിൽക്കാം. പിന്നെ ടയർ വേറെ ഏതെങ്കിലും സൈക്കിളുകാരന് ആവശ്യം വരികയാണെങ്കിൽ കൊടുക്കാം. അതേ നടക്കുള്ളൂ. ഓഹോ, അപ്പൊ ഇത് കൊണ്ടുപോയി തല്ലിപ്പൊളിച്ച് തൂക്കി വിൽക്കാനാണോ പരിപാടി? അത് നടക്കില്ല. ഞാൻ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരു സൈക്കിളാണത്. സൈക്കിളായിട്ട് ഉപയോഗിക്കാമെങ്കിൽ മാത്രം ഇത് കൊണ്ടുപോയാൽ മതി. സൈക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സാറേ. ആര് പറഞ്ഞു? അംബുജാക്ഷ, നാളത്തെ വാഹനം സൈക്കിളാണെന്ന് അംബുജാക്ഷ അറിയാമോ? സാർ ഇപ്പൊ ഇത് 150 രൂപയ്ക്ക് കൊടുക്കുന്നോ ഇല്ലയോ? നടക്കില്ല. 1000 രൂപ തരാതെ ഞാൻ ഈ സൈക്കിൾ തരില്ല. അപ്പൊ സാറ് സൈക്കിളിനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. പറയുന്ന ഞാൻ അംബുജാക്ഷനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്ന തോന്നുമല്ലോ. എന്റെ വീട്ടിൽ വന്ന് എന്റെ സൈക്കിളിനെ അപമാനിച്ചാൽ അംബുജാക്ഷൻ വിവരറിയും. ഞാൻ ആരെന്താ കരുതുന്നത്? അത് വിട്. അയാൾക്ക് പറയാനുള്ള അയാൾ പറഞ്ഞു. ഇനി അതങ്ങ് വിട്ടേക്ക്. എന്തെങ്കിലും ആവശ്യത്തിന് ബില്ലാഫീസിലേക്ക് വരുമല്ലോ. അപ്പൊ കാണാം നമുക്ക്. സാറിന് തലയ്ക്ക് വല്ല കുഴപ്പമില്ല. ഇനി എന്റെ മുറ്റത്ത് ഒരു അക്ഷരം പറഞ്ഞ നീ വിവരറിയും. ഈ മോഹനകൃഷ്ണന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. മോഹനേട്ടാ മതി. വാ ഞാൻ പറയട്ടെ. അംബുജാക്ഷ പോവാൻ നോക്ക്. സൈക്കിൾ ഞങ്ങൾ വിൽക്കുന്നില്ല. കഷ്ടമുണ്ട് മോഹനേട്ടാ. വെറുതെ അയാൾക്ക് ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ ഒരു സാധനം വാങ്ങാൻ വന്നു, അതിന്റെ വിലയും പറഞ്ഞു. മോഹനേട്ടന് ബോധിച്ചില്ലെങ്കിൽ വിട്ട് കളയണം. തീർന്നില്ല അവിടുത്തെ പ്രശ്നം. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? ഒരു സാധനം വാങ്ങാൻ വരുന്നവൻ അതിനോട് ബഹുമാനത്തോടെ സംസാരിക്കണം. ഇവിടെ തന്നെയായോ? ആളുകൾ പശുക്കളെ ആടുകളെ ഒക്കെ വാങ്ങാറുണ്ട്. ചിലര് വളർത്താൻ,
ചിലര് കൊല്ലാൻ. പശുവിനെ വിൽക്കുന്നയാള് അതറിയേണ്ട കാര്യമുണ്ടോ? കൊല്ലാൻ വാങ്ങാൻ വരുന്നവന് പശുവിനെ വിൽക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പശുവിന്റെ ഉടമസ്ഥനുണ്ട്. വളർത്താനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിട്ട് കൊന്നാലോ? ആ ഇപ്പൊ തന്നെ നോക്ക്. ആ വന്ന മനുഷ്യൻ സൈക്കിൾ അയാൾക്ക് ഉപയോഗിക്കാനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോഹനേട്ടൻ വിൽക്കില്ലായിരുന്നോ? എന്നിട്ട് അയാൾ അത് കൊണ്ടുപോയി ആക്രിയാക്കി വിറ്റാലോ? ഇങ്ങനെയാണോ ഒരു സാധനത്തിന് വില പറയുന്നത്? 780 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിളിന് 180 രൂപ തരാമെന്ന്. അത് എവിടുത്തെ മര്യാദ? അയാള് കണ്ട വില അയാള് പറഞ്ഞു. ഇന്നലെ 2000 രൂപ പറഞ്ഞ സൈക്കിളിന് 750 രൂപ മോഹനേട്ടൻ പറഞ്ഞപ്പോ അയാളത് തന്നില്ലേ? അതുപോലെ 750 രൂപയുടെ സൈക്കിളിന് 150 രൂപ പറഞ്ഞാൽ കിട്ടുമെന്ന് അയാളും കരുതിയിട്ടുണ്ടാവും. എന്റെ സൈക്കിളിനോട് അപമര്യാദയായി പെരുമാറിയാൽ അവൻ വിവരം അറിയും. അഹങ്കാരിയെ! സ്വന്തം ഭാര്യയോട് ഇത്രയ്ക്ക് സ്നേഹമില്ല. മോഹനേട്ടൻ ഒറ്റയ്ക്ക് വിട്ടാൽ ഇന്ന് കൊലക്കേസ് ജാമ്യം എടുക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ സുശീലൻ. സുശീലൻ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിക്കാരന് ഇവിടെ എന്താ കാര്യം? ഞാൻ കാന്തല്ലൂർ വില്ലേജ് ഓഫീസറാണ്. ഞാൻ വില്ലേജ് ഓഫീസർ എന്ന നിലയിലല്ല സാറിനെ കാണാൻ വന്നത്. ഈ പ്രദേശത്തെ ഒരേ ഒരു സൈക്കിളിന്റെ ഉടമസ്ഥൻ എന്ന നിലയിലാണ്. സാറിന്റെ സൈക്കിൾ എനിക്ക് വേണം. തനിക്ക് വേണമെന്ന് പറഞ്ഞാ ഞാൻ തന്നില്ലെങ്കിലോ? സാറിന് ആ സൈക്കിൾ വിൽക്കാൻ പരിപാടി ഉണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു സൈക്കിൾ കിട്ടിയേ പറ്റൂ. ഇതാണോ ആ സൈക്കിള്? നോക്കട്ടെ. ഞാൻ മനസ്സിൽ കരുതിയ അതേ സൈക്കിൾ. ഈ സൈക്കിൾ കിട്ടിയാൽ ഇരുമ്പ് കച്ചവടം കലക്കും. ഓഹോ! അപ്പൊ താനും ഇരുമ്പ് കച്ചവടക്കാരനാണോ? നക്കാപ്പിച്ച കാശ് എന്ന് ഈ സൈക്കിൾ വാങ്ങിക്കൊണ്ടുപോയി പൊളിച്ച് ഇരുമ്പാക്കി തൂക്കി വിൽക്കാനാണ് പരിപാടി അല്ലേ? അതിവിടെ നടക്കില്ല. ഞാനിത് വിൽക്കുന്നില്ല. മോഹനേട്ടാ വഴക്കുണ്ടാക്കില്ലേ? അതെ, ഇരുമ്പ് വിലയ്ക്ക് ഈ സൈക്കിൾ വിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് തൂക്കി വിൽക്കാനാണ് വാങ്ങുന്നതെന്ന് ആരാ പറഞ്ഞത്? പെങ്ങളെ, ഞാനൊരു ആർട്ട് ഡയറക്ടറാണ്. എന്ത്? കലാസംവിധായകൻ. സിനിമയിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതും രംഗങ്ങൾ സജ്ജീകരിക്കുന്നതും ഞങ്ങളാണ്. ടൗണിലെ ഷൂട്ട് നടക്കുന്ന സിനിമയിലേക്ക് ഒരു സൈക്കിൾ വേണമായിരുന്നു. ആ സിനിമയുടെ നായകൻ ഫുൾ ടൈം സൈക്കിളിലാണ് യാത്ര. അല്ല, അപ്പൊ സൈക്കിള് കിട്ടിയ ഇരുമ്പ് കച്ചവടം കലക്കൂന്ന് പറഞ്ഞതോ? അയ്യോ, ഇരുമ്പ് കച്ചവടം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പേരാ. കഥാനായകൻ ഒരു ഇരുമ്പ് കച്ചവടക്കാരനാ. ഇതുപോലൊരു സൈക്കിളില് നാട് മുഴുവൻ കറങ്ങി നടന്ന് ഇരുമ്പ് വിൽക്കാറുണ്ടോ ഇരുമ്പ് എന്ന് ചോദിക്കും. അതാ സംഭവം. ആട്ടെ, ഈ സൈക്കിളിന് സാർ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നേ? അതിപ്പോ ശരിക്കും ഈ സൈക്കിളിന് 2000 രൂപയുണ്ടെന്ന് മോഹനേട്ടൻ പറയും. പക്ഷേ മനസ്സിലായി. ഇത്തരം സാധനങ്ങൾ കൈയൊഴിയാൻ മനസ്സ് വരില്ല. അതുകൊണ്ട് സാധാരണ വില പോരാ എന്നല്ലേ ഉദ്ദേശിച്ചത്? ഇത് 5000 രൂപയുണ്ട്. ഞങ്ങള് സിനിമാക്കാർക്ക് പണം ഒരു പ്രശ്നമല്ല, കാര്യം നടക്കണം. അല്ല, 5000 രൂപ എന്ന് പറഞ്ഞാൽ അത് ഇതിൽ കൂടെ ചോദിക്കരുത്. അപ്പോ ഞാൻ പോയി അച്ഛനെ പറഞ്ഞു വിടാം. സാറ് സൈക്കിൾ കൊടുത്തിട്ടാ മതി. വട്ടെ. സൈക്കിൾ കൊടുത്ത് എന്റെ ഈശ്വര, ഇന്നലെ 750 രൂപയ്ക്ക് വാങ്ങിയ ഈ സൈക്കിളിന് ഇന്ന് 5000 രൂപയോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ബുദ്ധിയേ ഉള്ളൂ, സാമാന്യ ബോധമില്ല. 2000 രൂപ പറഞ്ഞ സാധനത്തിന് 750 രൂപ പറഞ്ഞ് ഞാൻ ആപ്പിലായി. പോയ 750 രൂപ പോട്ടെ എന്ന് കരുതി ഞാൻ ഈ പൊന്ന് സൈക്കിൾ കളയണമായിരുന്നു എന്ന് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്?
എപ്പോഴാ? അല്ല അത് ഞാൻ ആമേ, ഇപ്പൊ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിൽ കാണാതെ കെ മോഹനകൃഷ്ണൻ ഒന്നും ചെയ്യില്ല. അയ്യോ, അപ്പൊ ഇതൊക്കെ ഇന്നലെ മനസ്സിൽ കണ്ടിരുന്നു. പിന്നെ എന്റെ മോഹനേട്ടൻ ഒരു സംഭവം തന്നെ. ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. മോഹനകൃഷ്ണന് പറ്റുന്ന അബദ്ധങ്ങൾ വിസ്തരിച്ച് വിളമ്പി സായുജ്യമടയുന്നവരോട് ദൈവം പ്രതികാരം ചെയ്തതുപോലെയായി ഇത്. എന്തായാലും വില്ലേജ് ഓഫീസറുടെ മഹാഭാഗ്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യാനുസാരം തുടരുന്നു.